ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ഇറാൻ വിജയിച്ചു എന്ന് ആഘോഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ എന്തായാലും റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം, ഇന്നലെ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എന്നല്ല, അതൊരു ഓർഡറാണ്. ആ ഓർഡർ എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്കൻ ട്രഷറിയിൽ നിന്നാണ് ഈ ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇറാന് എണ്ണ വിൽക്കാനുള്ള പെർമിഷൻ, ക്രൂഡ് ഓയിൽ മാത്രമല്ല പെട്രോളിയം പ്രോഡക്റ്റ്, പെട്രോ കെമിക്കൽ ഐറ്റംസ് കംപ്ലീറ്റ് വിൽക്കാനുള്ള പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത്. പ്രാഥമികമായിട്ട് 21 ഡേയ്സിനുള്ള പെർമിഷനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ത്രൂ ഔട്ട് 60 ഡേയ്സിലേക്ക് ഇത് നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും ഒരു ഫൈനൽ എഗ്രിമെൻറ്റിലേക്ക് എത്തുന്ന മുറയ്ക്ക് ഈ പ്രവൃത്തി തുടരും. അതാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രസക്തമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്ക നടത്തിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു നെഗോസിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇറാൻ പൊതുവേ വെളിയിൽ ഞങ്ങൾ വിജയിച്ചു, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേടി, അതായത് അവരുടെ ആ ഒരു ബ്രദർഹുഡ് ഐഡിയോളജി ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, IRGCയുടെ അനുഭാവികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നിരന്തരം അമേരിക്കയ്ക്കെതിരെ ഇസ്രായേലിനെതിരെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ അത് വെറും സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. ഇറാൻ എത്തരത്തിലാണ് അടി വാങ്ങിച്ച് കൂട്ടിയിരിക്കുന്നുള്ളത് നമ്മൾ ഉടനീളം നമ്മളുടെ പല വീഡിയോകളിലായിട്ട് ഇറാൻ്റെ ഉള്ളിൽ നടത്തിയ ആക്രമണങ്ങൾ, അവിടെയുള്ള പൊട്ടിത്തെറികൾ, അതെല്ലാം തന്നെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഈ മിന 168 അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആദ്യമേ തന്നെ ബൈ മിസ്റ്റേക്കൻലി ഇറാൻ്റെ ഉള്ളിൽ ഒരു സ്കൂളിൽ നടത്തിയ അറ്റാക്ക്, അതിനോട് നമുക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. 168 കുട്ടികളാണ് അതിൽ കൊല്ലപ്പെട്ടത്. അമേരിക്കയുടെ ലാക്ക് ഓഫ് പ്രിസിഷൻ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരു വലിയ മിസ്റ്റേക്കായിരുന്നു. ആ മിസ്റ്റേക്കാണ് അമേരിക്കയുടെ ഈ ആക്രമണത്തിനെ ഇറാൻ്റെ ജനങ്ങളുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷനിലേക്ക് കൊണ്ടുപോയത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഒപ്പം ഇസ്രായേലിൻ്റെയും, കാരണം ഇസ്രായേലും അമേരിക്കയും ഒരേ ടീമാണല്ലോ. അപ്പോൾ സ്കോട്ട് ബെസന്റിൻ്റെ ഓർഡർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ 2-3 വിഷയങ്ങൾ അതിന് മുമ്പേ പറയേണ്ടതുണ്ട്. ഒന്ന്, കൊളംബിയയിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഫാർ റൈറ്റ് അനുകൂലിയായിട്ടുള്ള അബ്ദുറാഡോ ഡീല എസ്പെരീല എന്ന് പറഞ്ഞ വ്യക്തി വിജയിച്ചിട്ടുണ്ട്. അയാൾ അമേരിക്കൻ അനുകൂലിയാണ്. അപ്പോൾ അത് അമേരിക്കയ്ക്ക് ഒരു പോസിറ്റീവ് പോയിൻ്റായിട്ട് കാണുന്നുണ്ട്. രണ്ടാമത്, UK-യിലെ കീർ സ്റ്റാർമർ, UK-യുടെ പ്രൈം മിനിസ്റ്റർ രാജിവെച്ചിട്ടുണ്ട്. ഇത് രാജിവെക്കും എന്നുള്ളത് ഞാൻ 2 ദിവസത്തിന് മുമ്പ് തന്നെ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കീർ സ്റ്റാർമർ രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ UK-യിൽ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ട്. ഈ കീർ സ്റ്റാർമർ യൂറോപ്യൻ മേഖലയിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ ഉക്രൈനെ പിരികേറ്റുന്ന വ്യക്തികളിൽ ഒരാളാണ് കീർ സ്റ്റാർമർ. ഇപ്പം പുള്ളിക്കാരന് നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ UK വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ലിസ്ട്രസ്, പുള്ളിക്കാരി വന്ന് ഭരിച്ചു, എന്നിട്ടും പുള്ളിക്കാരിക്ക് ഭരിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണ് അത് കൺസർവേറ്റീവ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ വന്നു. UK-യുടെ എക്കോണമിയെ റിവൈവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ പ്രൈം മിനിസ്റ്റർമാരെല്ലാം തന്നെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ലേബർ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുകയും 400-ലധികം സീറ്റുകൾ അവർ ഒറ്റയ്ക്ക് നേടി അവർ ഭരിക്കാൻ വന്നത്. എന്നിട്ട് ലേബർ പാർട്ടിയിലെ പ്രധാനമന്ത്രിക്കും ഇപ്പോൾ ഇതാണ് അവസ്ഥ. UK-യുടെ ഒരു ദയനീയ അവസ്ഥയാണ് പറയുന്നത്. ബ്രിട്ടീഷ്, ബ്രൈറ്റസ്റ്റ് ബ്രിട്ടീഷ്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം, അതാണ് അവരുടെ ഡെഫിനിഷൻ. ആ രാജ്യമാണ് ഇന്ന് ഇങ്ങനെ കിടന്ന് ഇഴയുന്നത്. റഷ്യയുടെ ഒരു ഡ്രോൺ തുർക്കിയുടെ ഒരു കപ്പലിന് മേളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. 8 സെയിലേഴ്സ് അതിലുണ്ടായിരുന്നു. ഒരാൾ ഇന്ത്യക്കാരനാണ്. ആ 8 സെയിലേഴ്സിനെയും റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ കപ്പൽ കടലിൽ കിടന്ന് കത്തുകയാണ്. ഉക്രൈൻ ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയ്ക്കുള്ളിൽ അറ്റാക്ക് നടത്തുന്നുണ്ട്. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ റഷ്യയ്ക്കുള്ളിൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയ്ക്കുള്ളിലുള്ള ഒരു സെമി കണ്ടക്ടർ ഫാക്ടറി അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഉക്രൈൻ. Разгорается. Там прям большой этот. Я чуть даже не знаю, что взорвали. Что-то нормально взорвали. Пожар. На туре плевало. То есть как бы вот город, блядь, сколько в центре. А там, не знаю, наверное, левый или начало. എല്ലാം തന്നെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കുകളാണ് ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു വീഡിയോ വേണമെന്ന് 2-3 പേർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡേറ്റ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് ക്രൈമിയ ഭാഗത്തേക്ക് അറ്റാക്ക് ഫോക്കസ് ചെയ്ത് നടത്തുകയാണ് ഉക്രൈൻ. എങ്ങനെയെങ്കിലും ക്രൈമിയ ഒന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ റഷ്യ എടുത്ത്
നെഗോഷിയേറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആകുമെന്നുള്ള തരത്തിൽ ക്രൈമിയയുടെ ഭാഗത്തേക്ക് യുക്രൈൻ ശക്തമായി മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷേ റഷ്യയും റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് അവിടെ യുദ്ധം നടക്കുകയാണ്. പക്ഷേ റഷ്യയ്ക്ക് ഒരു ചെക്ക് പോയിന്റ് വരുന്നുണ്ട് അമേരിക്കയുടെ സൈഡിൽ നിന്ന്. അതായത് റഷ്യൻ എണ്ണ ഇല്ലെങ്കിലും എണ്ണ വില പിടിച്ച് നിർത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട്. അതിന് അമേരിക്ക ഇറാനെ ഒരു കരുവാക്കുകയാണ്. അതാണ് ഈ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പുറപ്പെടുവിച്ച ഒരു ഓർഡറിലുള്ള കുറച്ച് നിയമങ്ങൾ. ഇനിയിപ്പോൾ ഇറാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഫ്രോസൺ അസറ്റ് അത് ഇതൊന്നും പറയരുത്. ഫ്രോസൺ അസറ്റ് ഇപ്പോൾ റിലീസ് ചെയ്യാനുള്ള മാർഗ്ഗമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ട്രഷറിയിൽ നിന്നും ഇറക്കിയ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഖത്തർ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിൽ $24 ബില്യൺ വർത്ത് വരുന്ന ഇറാനിയൻ അസറ്റാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ളത്. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട്, പ്രോപ്പർട്ടി ആയിട്ടുണ്ട്, പലതരത്തിലുള്ള ബിസിനസ്സുകളായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ലിക്വിഡൈസ് ചെയ്ത് ഈ ഫണ്ട് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് ഇത് അമേരിക്കയിലേക്ക് അയച്ചു കൊടുക്കണം, നമ്പർ 1. അത് കഴിഞ്ഞിട്ട് അമേരിക്ക ആ എമൗണ്ടിന് വേണ്ടിയിട്ടുള്ള അഗ്രികൾച്ചർ പ്രോഡക്റ്റ്, ഈ ജനറ്റിക്കലി മോഡിഫൈഡ് കോണൊക്കെ ഉണ്ടല്ലോ, ഇമാതിരിയുള്ള സാധനങ്ങളൊക്കെ, സോയാബീൻ, ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം തന്നെ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അമേരിക്കൻ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ജനറ്റിക്കലി മോഡിഫൈഡ് പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ബിൽഗേറ്റ്സിൻ്റെ വിത്തുകൾ കൊണ്ടാണ് ഈ കൃഷി നടക്കുന്നത്. സീഡ് ബാങ്ക് നടത്തുന്ന വ്യക്തിയാണ്. ലോകത്തുള്ള എല്ലാ സീഡുകൾക്കും കോപ്പിറൈറ്റ് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് ബിൽഗേറ്റ്സ്. എല്ലാം തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്ത, അതായത് പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത സീഡുകളാണ്. അതുകൊണ്ടുണ്ടാക്കിയ കൃഷി, അതായത് വീണ്ടും വീണ്ടും സീഡും അമേരിക്ക തന്നെ കൊടുക്കും, കൃഷി നടത്തണമെന്നില്ല. അപ്പോൾ അതായത് അമേരിക്കയിൽ തന്നെ വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇവർ ഓൺ ചെയ്യുന്ന സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി വയ്ക്കുക. എന്നിട്ട് അതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഫുഡ് സെക്യൂരിറ്റി. ആഫ്രിക്കയിലൊക്കെ ഭക്ഷണമില്ല, പാരമ്പര്യമായിട്ടുള്ള സീഡുകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ്, ഗുഡ് പ്രൊഡക്ഷൻ. കാരണം ഇത് ബയോടെക്നോളജിയിൽ കൃത്യമായിട്ട് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇനി ഇറാൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റി അയക്കുകയാണ്. പകരം മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന ഇറാനിയൻ അസറ്റ് ലിക്വിഡൈസ് ചെയ്ത് ആ പൈസ അമേരിക്ക വാങ്ങിക്കും. നമ്പർ 1 മാറ്റർ. ഫ്രോസൺ അസറ്റിനുള്ള സൊല്യൂഷനായ ഇന്ന് ഇറാൻ്റെ ഉള്ളിലേക്ക് IAEAയുടെ പ്രതിനിധി അങ്ങോട്ട് ചെല്ലുകയാണ് ഇറാൻ്റെ ഉള്ളിലേക്ക്. അവരുടെ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി എല്ലാം കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും. അപ്പം ഇറാൻ്റെ ഉള്ളിലേക്ക് പെർമനൻ്റ് ആയിട്ട് IAEAയിൽ നിന്നും ഒരു മെമ്പർ ഇറാൻ്റെ ഉള്ളിലേക്ക് പോവാണ്. മെയിൻ പിക്ചർ എന്താണ്? ഇറാൻ്റെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും വിൽക്കാനും, പെട്രോളിയം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും വിൽക്കാനുമുള്ള എല്ലാ പെർമിഷനും അമേരിക്ക ഇറാന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇറാന് എണ്ണ വിൽക്കാം, നോ പ്രോബ്ലം. അമേരിക്കയ്ക്ക് എത്ര വേണേലും വിൽക്കാം. ഇറാൻ അമേരിക്കയ്ക്ക് എണ്ണ വിൽക്കാം, അമേരിക്കയ്ക്ക് പെട്രോളിയം പ്രോഡക്റ്റ് വിൽക്കാം, പെട്രോ കെമിക്കൽസ് വിൽക്കാം, എല്ലാം വിൽക്കാം, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾക്ക് വിൽക്കുമ്പോൾ ട്രാൻസാക്ഷൻ മസ്റ്റായിട്ട് $. എങ്ങനെയുണ്ട്? വെനസ്വേല മോഡൽ. ആ വെനസ്വേല മോഡൽ കൃത്യമായിട്ട് ഇറാൻ്റെ മേലിൽ അപ്ലൈ ചെയ്യുകയാണ് അമേരിക്ക. ഇതിലൂടെ എന്താണ് ഗുണം? ഇതിലൂടെ ഗുണം ഡോളർ സ്ട്രെങ്തൻ ചെയ്യുക. രണ്ടാമത് $. ട്രാൻസാക്ഷനിലേക്ക് എഗ്രിമെൻ്റ് ഇല്ലാതെ തന്നെ മറ്റൊരു രാജ്യത്തിനെയും കൂടി $. ട്രാൻസാക്ഷനിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം. അപ്പോൾ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുക. അതേസമയം ഏഷ്യൻ സൈഡിലുള്ള ബ്രിക്സ് കൂട്ടായ്മയിലുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ബ്രിക്സിൻ്റെ പോളിസി എന്താണ്? മാക്സിമം $. ട്രാൻസാക്ഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓൺ കറൻസി ട്രാൻസാക്ഷനാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ബ്രിക്സ്. ഡയറക്റ്റായിട്ട് ഡോളറിനെതിരെ ഒരു കറൻസി ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അതാത് രാജ്യങ്ങളുടെ കറൻസിയിൽ ട്രാൻസ്ഫർ നടത്തുന്നുണ്ട്. ഇറാന് മേൽ കൃത്യമായിട്ട് ഇത്തരത്തിലൊരു സമ്മർദ്ദം ഇട്ടുകൊണ്ട് ബ്രിക്സിന് ഒരു ചെക്ക്മേറ്റ് വെക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ മേളിൽ എന്താണ് ട്രംപിന് ഇത്ര കലിപ്പ്, ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇത്ര കലിപ്പ് എന്നുള്ളത് മനസ്സിലായോ? ഇതാണ് സംഭവം. ഇപ്പം ഇന്ത്യക്ക് മേളിൽ ഇവരുദ്ദേശിക്കുന്നത് പോലെ ഒരു യുദ്ധമൊന്നും നടത്താൻ കഴിയില്ല അമേരിക്കയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് മറ്റു മാർഗ്ഗങ്ങളിലൂടെ ഇന്ത്യക്ക് മേളിൽ പ്രഷർ ഇടുക, അതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് സിൻസ് ഫ്രം ദ ബിഗിനിങ്. ട്രംപ് ഇലക്ഷൻ വിജയിച്ച് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രിക്സ് ഇസ് ഡെഡ്, ബ്രിക്സ് ഓൾറെഡി കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഡയലോഗുകളൊക്കെ വെറുതെ പറയുന്നതല്ല, ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ഇതിൻ്റെ ട്രംപിന് ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടി ഉണ്ട് കേട്ടോ. അത് വേറൊരു ടീമുണ്ട് ട്രംപിൻ്റെ പുറകിൽ. ട്രംപിന് 1960 കാലഘട്ടങ്ങൾ മുതലേ ഉള്ള സുഹൃത്തുക്കൾ, അങ്ങനെ കുറച്ച് ഒരു സ്പെഷ്യൽ സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ ഒരു വ്യക്തിയിൽ ട്രംപ് വളരെ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഗ്രീൻലാൻഡിനെ അവകാശപ്പെട്ടുകൊണ്ടുള്ള ഐഡിയ. ഈ ട്രംപിൻ്റെ ഈ ഫ്രണ്ടിന് വാട്ടർ ബിസിനസ്സാണ്, വെള്ളം വിൽക്കുക എന്നുള്ളൊരു ബിസിനസ് ഉണ്ട്. വെള്ളം വിൽക്കുക എന്നുള്ളത് മാത്രമല്ല, വലിയ ബില്യനിയർ ആണ് അയാൾ. എനിവേ, ബാക്ക് ടു ദ ടോപ്പിക്. അപ്പം ഈ സാഹചര്യത്തിൽ
ട്രംപ് ഇന്ത്യക്ക് മേളിൽ എന്തിനാണ് സമ്മർദ്ദമിടുന്നത് വെച്ചാൽ ഇതുകൊണ്ടാണ് സമ്മർദ്ദമിടുന്നത്. ബ്രിക്സ്, ഡീഡോളറൈസേഷൻ, ഈവൻ ഡയറക്റ്റ് ഡീഡോളറൈസേഷൻ ഓർ ഇൻഡയറക്റ്റ് ഡീഡോളറൈസേഷൻ, അതിന് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അതിനെതിരെ ശക്തമായ രീതിയിൽ അമേരിക്ക നിലപാടെടുക്കും. അതാണ് ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത് എഗെയിൻസ്റ്റ് ഇന്ത്യ. ഇറാനെതിരെ ട്രംപ് പ്രവർത്തിക്കുന്ന രീതി വെച്ചിട്ട്, അല്ലെങ്കിൽ അമേരിക്ക പ്രവർത്തിക്കുന്ന രീതി വെച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ അടുത്ത് ഈ നിലപാടെന്നുള്ളത്. കാരണം ഇന്ത്യ പൂർണ്ണമായിട്ട് ബ്രിക്സിൽ നിന്ന് വരണം, ഇന്ത്യ അതിൽ നിന്ന് വരുന്നില്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് മാറണം, ഇന്ത്യ റഷ്യയിൽ നിന്ന് മാറുന്നില്ല. ഇന്ത്യ അമേരിക്കയ്ക്ക് വേണ്ടാത്ത ചേരികളിൽ നിന്നെല്ലാം മാറി നിൽക്കണം, ഇന്ത്യ അതിന് തയ്യാറല്ല. ഇതുകൊണ്ടാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത് മോഡി ഇസ് എ ടഫ് നെഗോഷിയേറ്റർ, കില്ലർ നെഗോഷിയേറ്റർ എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടാണ്. അല്ല ചുമ്മാ ജസ്റ്റ് വന്ന് ഇങ്ങനെ ഇരുന്ന് വിളിച്ചിട്ട് പോകുന്നതല്ല, അല്ലാതെ ഒരു കോമഡിക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇംപ്രഷന് വേണ്ടിയിട്ടോ വിളിക്കുന്നതല്ല. ടഫ് നെഗോഷിയേറ്റർ എന്ന് വിളിക്കുന്നത് യാഥാർത്ഥ്യമാണ്. മോദി ഒരു ടഫ് നെഗോഷിയേറ്റർ തന്നെയാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ട്രംപ് പറയുന്നത് ടഫ് നെഗോഷിയേറ്റർ എന്ന്. കാരണം ബ്രിക്സിൻ്റെ നിലനിൽപ്പിൽ ശരിക്കും ചൈന ഓപ്പണായിട്ട് അമേരിക്കയ്ക്കെതിരെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വലുതായിട്ട് അതിന് മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അമേരിക്കയോടും ബന്ധമുണ്ട്, റഷ്യയോടും നല്ല ബന്ധമുണ്ട്, അതുപോലെ തന്നെ ചൈനയോടും ഇപ്പോൾ ബന്ധമുണ്ട്. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ സൗത്തിനെ ലീഡ് ചെയ്തുകൊണ്ട് ബ്രിക്സിനെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് ആക്കി തീർക്കുകയാണ്. G20 ഗ്ലോബൽ സൗത്തിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് അത്തരത്തിലൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിക്സിലേക്കും അതേ മാതൃകയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അത് അമേരിക്കയെ ചിന്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ ഇതെല്ലാം അമേരിക്ക എടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. അല്ലാതെ വലിയ രീതിയിൽ നമ്മൾ ഇതിൽ ചിന്തിച്ചു കൂടേണ്ട ആവശ്യമില്ല. പക്ഷേ ബേസിക്കലി ട്രംപിന് മോദിയെ താല്പര്യമാണ്. കാരണം എന്താണ്, നെഗോഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ, ബെറ്റർ നെഗോസിയേഷൻ ചെയ്യുന്ന ആൾക്കാരെ ബിസിനസ്മാൻമാർക്ക് നല്ല താല്പര്യമായിരിക്കും. ബാർഗെയിൻ ചെയ്യുന്ന ഒരു സ്കില്ലുണ്ടല്ലോ, അത് വലിയൊരു സ്കില്ല് തന്നെയാണ്. ആ സ്കില്ലുള്ളവരെ തീർച്ചയായിട്ടും ബിസിനസ് മേഖലയിൽ, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള വ്യക്തികൾ റെസ്പെക്ട് ചെയ്യും. ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടം നടത്താൻ ജറദ് കുഷ്ണറിൻ്റെ കമ്പനിയാണ് ഇപ്പം ഏർപ്പാടാക്കിയിരിക്കുന്നത്. ജറദ് കുഷ്ണർ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഡീലുകളെല്ലാം നടത്തും. മിഡിൽ ഈസ്റ്റിലുള്ള ഫണ്ടുകളെല്ലാം തന്നെ ട്രാൻസ്ഫർ ആയി ജറദ് കുഷ്ണർ ത്രൂ ആയിരിക്കും അമേരിക്കയിലേക്ക് പോകുന്നത്. കാരണം ഈ എണ്ണ കമ്പനികൾ, എണ്ണ വിൽപ്പനയെല്ലാം അമേരിക്കൻ ഗവൺമെൻറ് അല്ലല്ലോ നടത്തുന്നത്, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയുള്ള അവിടുത്തെ പ്രൈവറ്റ് കമ്പനികളാണ് നടത്തുന്നത്. അപ്പോൾ ആ മാനേജ്മെൻറ്റ് കമ്പനികളുമായിട്ട് ജറദ് കുഷ്ണറിൻ്റെ കമ്പനി ഡീൽ ചെയ്യും. ജറദ് കുഷ്ണറിൻ്റെ കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ജറദ് കുഷ്ണർ വേറൊരാളല്ലല്ലോ. ജറദ് കുഷ്ണർ എന്ന് പറയുമ്പോഴത്തേക്കും ട്രംപിൻ്റെ മകളുടെ അസറ്റുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ട്രംപിൻ്റെ മകളുടെ ഭർത്താവാണല്ലോ, മരുമകനാണല്ലോ ജറദ് കുഷ്ണർ. ഇറ്റ് മീൻസ് ലിറ്ററലി ട്രംപ് ഇസ് ഡൂയിങ് ദിസ് ബിസിനസ് ഡയറക്ട്ലി. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ ഒരു പരിധി വരെ ഇപ്പോൾ കൺവിൻസ്ഡ് ആണ്. ഇസ്രായേൽ അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. As I've mentioned to you before, we're not a party to this deal, which is why the Prime Minister said just a few moments ago, and he made this clear, and this has probably been published right now, we have a responsibility to defend our northern citizens. That's precisely what we're doing, which is why the Prime Minister has given a directive to Israel's defence forces and our soldiers in southern Lebanon, and they are clear that they have not this guidance has not changed. Israel's forces have full freedom of action to thwart any any direct or emerging threat to this country or to our forces or to the residents of northern Israel. Let me say that again. Israel's forces have full freedom of action to thwart any direct or emerging threat to them or to the residents of northern Israel. Now, the Prime Minister has the entire nation behind him when he says these things. The IDF faces no restrictions in this regard. They have a responsibility to defend our citizens. That is precisely what they are doing. And the Prime Minister has also said that Israel will remain steadfast in our position that we will citizens of the North and all of the citizens of Israel. And as the Prime Minister said last night, that is precisely what America would do if they were targeted in this way, as we've been targeted by this terrorist organization, and it's precisely what we are doing. ഇസ്രായേലിൻ്റെ ജനങ്ങളായാലും ശരി തന്നെ, ഇസ്രായേലിൻ്റെ പൊളിറ്റിക്കൽ വിങ് ആയാലും ശരി തന്നെ, അവർ ഇസ്രായേലിൽ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ആയിക്കോട്ടെ, ഇവരാരും തന്നെ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പം പുതുതായിട്ടൊരു പ്ലാൻ, ഈ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ കണ്ടെത്തിയ 2 ടണലുകളും വലിയ ടണലുകളാണ്. ഒന്ന് റൈറ്റ് സൈഡിലും മറ്റൊന്ന് ലെഫ്റ്റ് സൈഡിലും, 2 വലിയ ടണലുകളാണ്. ഒരെണ്ണത്തിന് 10-22 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്, മറ്റതിനും ഓൾമോസ്റ്റ് അത്ര തന്നെ ലെങ്ത് ഉണ്ട്. ഇത്തരത്തിൽ 2 വലിയ ടണലുകൾ ഇവിടെ പണിയാൻ വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത് ഇറാനാണ്. ഈ ടണലുകൾ ഇസ്രായേൽ കണ്ടെത്തി. അപ്പോൾ അത് പൊളിക്കാൻ പോകുന്നെന്ന് പറയുന്നതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ പരാജയം. കാരണം അവർക്ക് ടണൽ വേണം. ഹിഡൻ ഗ്രൗണ്ടിൽ നിന്നാണ് അവരുടെ ആക്രമണങ്ങൾ മൊത്തത്തിൽ, ഒളിപ്പോര് നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇറാൻ മില്യൺ കണക്കിൽ പൈസ മുടക്കിയിട്ടായിരിക്കും ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇസ്രായേൽ അടിച്ചു തകർത്തത്. ഇപ്പോൾ ഇസ്രായേലും ലെബനനും തമ്മിൽ ചർച്ച നടത്തുകയാണ്. ഇതിനു മുമ്പ് അമേരിക്കയിൽ വെച്ച്
ഇസ്രായേലും ലെബനാനും നടത്തിയ ചർച്ചയിൽ എടുത്ത തീരുമാനത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഫർദർ ആയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഇസ്രായേലിൻ്റെ IDF-ഉം ലെബനൻ്റെ ആർമിയും ചേർന്ന് സൗത്ത് ലെബനാനിൽ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഹിസ്ബുള്ളയാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ലെബനൻ ആർമി ഒന്നെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ അവനെ എലിമിനേറ്റ് ചെയ്യും. ഇതാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണ. മറ്റുള്ള പൊതുജനങ്ങൾക്ക് സൗത്ത് ലെബനാനിൽ വന്ന് താമസിക്കാം. സൗത്ത് ലെബനാനിൽ പല വില്ലേജുകളും ഇപ്പം ഇസ്രായേൽ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുജനങ്ങൾ അവിടെ വാഹനം എടുത്തുകൊണ്ട് പോവാണ്, വീണ്ടും താമസിക്കാൻ വേണ്ടി പോവാണ്, അവരവരുടെ വീടുകളിലേക്ക് പോവാണ്. ബാക്കിയുള്ള വീടുകളിലേക്ക് താമസിക്കാം. നിരവധി വില്ലേജുകൾ അവിടെ അടിച്ച് പൊളിച്ച് തറയോട് തറയായി ഇസ്രായേൽ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാലും അവരവരുടെ സ്ഥലങ്ങളിൽ പോയിട്ട് കുടിൽ കെട്ടിയെങ്കിലും താമസിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ജനങ്ങൾ പോവാണ്. വണ്ടിയുണ്ട് എല്ലാവരുടെയും കയ്യിൽ, പക്ഷേ വീടില്ല. ടാർപോളിനൊക്കെ അടിച്ച് ഇനിയിപ്പം ടെൻറ്റ് കെട്ടിയെങ്കിലും താമസിക്കാം, ആ രീതിയിലാണ് പോകുന്നത്. ഈ 2 ടണലുകളും കണ്ടെത്തിയത് നിയർ യുനിഫിൽ സ്റ്റേഷൻ. യുനിഫിലിൻ്റെ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ 2 ടണലുകളും കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഹിസ്ബുള്ളക്കാർ ഈ ടണലിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് ഒച്ച വെച്ച് കഴിഞ്ഞാൽ യുനിഫിലിന് കേൾക്കാൻ കഴിയും. അത്തരത്തിലാണ് ഇവർ തമ്മിലുള്ള ആ ഒരു റാപ്പോ. അതുപോലെ കാനഡയിൽ ഒരു തീവ്രവാദ ആക്രമണം, ഒരു ജൂവിഷ് ഹൗസ്, അവിടെയാണ് ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായത്. എന്തായാലും ആക്രമണകാരിയെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് കാനഡ ഗവൺമെൻറ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ആൻറ്റി സയനിസ്റ്റ് ആ രീതിയിലേക്ക് ഉണ്ടായ ഒരു അറ്റാക്കാണ്. യഹൂദിനെ കണ്ടാൽ എവിടെയെങ്കിലൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് സ്വർഗത്തിൽ പോകുക എന്നുള്ളതാണ് ഈ ഭീകരപ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരുടെ തലച്ചോറിൽ ഇട്ടിരിക്കുന്ന ചിപ്പ്. ആ ചിപ്പ് എവിടെയെങ്കിലും ഒരു ജൂവിഷിനെ കണ്ടാലോ, അല്ലെങ്കിൽ ജൂവിഷിൻ്റെ തലയിലുള്ള ചെറിയൊരു കറുത്ത തൊപ്പി എങ്ങാനും കണ്ടു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കണ്ടു കഴിയുമ്പോൾ ജൂവിഷ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഇവർക്ക് പെട്ടെന്ന് സ്വർഗത്തിൽ പോകണം. അതാണ് ഇവർ കാണിച്ചു കൂട്ടുന്ന പരിപാടി. അപ്പോൾ എന്തായാലും കാനഡ പോലീസ് അവനെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇറാനെ നൈസിന് അവരെ ഡീൽ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കൃത്യമായിട്ട് അമേരിക്ക അവരുടെ ബുദ്ധി വെച്ച് കളിച്ചൊരു കളിയാണ്. പ്രത്യേകിച്ച് 2 രാജ്യങ്ങളും ഡിജിറ്റലി സൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്വിറ്റ്സർലാൻഡിലാണ് ടെക്നിക്കൽ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. അവിടെ വെച്ചിട്ട്, അതായത് പ്രത്യേകിച്ച് ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് നിങ്ങൾ ഈ എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ പുറത്തു വിടുന്നില്ല? അതിന് JD Vance പറഞ്ഞ റീസൺ എന്താണെന്ന് അറിയുമോ? പാകിസ്ഥാനിൽ മീഡിയ ഫ്രീഡം ഇല്ല, മാധ്യമ സ്വാതന്ത്ര്യമില്ല, അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നും ഈ വിഷയം പുറത്തു വന്നില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് JD Vance പറഞ്ഞത്. എന്ത് സില്ലി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ എഗ്രിമെൻറ്റ് അമേരിക്കയാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ കയ്യിൽ ഈ എഗ്രിമെൻ്റ് ഉണ്ട്, ഇറാൻ്റെ കയ്യിൽ ഈ എഗ്രിമെൻ്റ് ഉണ്ട്, പാകിസ്ഥാൻ്റെ കയ്യിൽ ഈ എഗ്രിമെൻ്റ് ഉണ്ട്, ഖത്തറിന് ഈ വിഷയങ്ങൾ അറിയാം. ഇതിൽ ആകെ കൂടി മറച്ചു വെച്ചിരുന്നത് ഇസ്രായേലിൻ്റെ അടുത്ത് മാത്രമാണ്. പാകിസ്ഥാനെ ബ്ലെയിം ചെയ്തുകൊണ്ട് അമേരിക്ക തടിതപ്പാണ്. അതായത് ഈ ഡോക്യുമെൻ്റ് വെളിയിൽ പബ്ലിഷ് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് അമേരിക്ക ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. രഹസ്യമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു. എനിവേ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഏതായാലും ഇപ്പം ഡിജിറ്റലി അവർ സൈൻ ചെയ്തു. ഇപ്പം അമേരിക്ക എന്തായാലും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇറാൻ ശരിക്കും പറഞ്ഞാൽ മുട്ടിലെഴയുന്ന അവസ്ഥയാണ്. Certainly a lot of bad things could happen. That would be one of the things. I don't think it would, but if it did. But no, if Iran doesn't live up to their agreement, or if they're not behaving, I will do what I have to do. 4 months ago, they had a powerful Navy, they had a powerful Air Force. You know, most of their missiles are gone. Most of their launching pads are gone. Most of their manufacturing capacity for drones and missiles is gone. About 87% gone. And then I hear, oh, they're in such great shape. No, they're gone. And their first level of leaders, gone. Their second level of leaders, gone. ഇപ്പോൾ ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇറാൻ്റെ സൈഡിൽ നിന്ന് ഇതുവരെ മറുപടി ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇറാൻ്റെ ചർച്ചയ്ക്ക് ശേഷമാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് അമേരിക്കൻ ട്രഷറിയിൽ നിന്നും. ഇത് സൂചിപ്പിക്കുന്നത് ഇറാൻ അത്രമാത്രം വീക്കാണ്. ഡെസ്പെറേറ്റ്ലി അവർക്ക് അവരുടെ എണ്ണ വിൽക്കണം, അവർ എക്കണോമിക്കലി അവർക്ക് ഫ്ലറിഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനവർ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാലിബാഫ് കുറച്ച് ഫോർവേഡ് തിങ്കിങ് ഉള്ള ആളാണ്. അയാൾ വർഷങ്ങളോളം തെഹ്റാനിലെ മേയറായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മേയറായിട്ട് പണിയെടുത്തിരുന്ന കാലഘട്ടത്തിൽ തെഹ്റാനെ ഒരു വേൾഡ് ക്ലാസ് സിറ്റി ആയിട്ട് മാറ്റണം എന്നുള്ള താല്പര്യമൊക്കെ അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ ഈ IRGC ഭരണകൂടത്തിൻ്റെ ബന്ധനങ്ങളിൽ പെട്ട് നിരന്തരം അമേരിക്ക എതിർത്തുകൊണ്ട് പല രീതിയിലുള്ള ടെക്നോളജികളും വാങ്ങിക്കാൻ പറ്റാതെ ആഗോളതലത്തിൽ സാങ്ഷനിൽ കിടന്ന് ഇഴയുന്ന സാഹചര്യമാണ് ഇറാനുണ്ടായത്. അപ്പോൾ അതിനൊരു വിമോചനം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ പുതിയ ഭരണസമിതി, ഈ പുതിയ റെജീം എന്ന് നമുക്ക് വിളിക്കാം, ഗാലിബാഫ്
അബ്ബാസ് അറക്ചി, അതുപോലെ തന്നെ മസൂദ് പെസസ്കിയാൻ, ഇവരൊക്കെ വെളിയിൽ ഇറാനിയൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും IRGC അനുകൂലികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ് ഇടയ്ക്കിടയ്ക്ക് പത്രസമ്മേളനം കൊടുക്കുന്നതും അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ എതിർത്ത് സംസാരിച്ചുകൊണ്ട് നാടകം നടത്തുന്നതും. പക്ഷേ ഇപ്പോൾ ഈ അമേരിക്കയുടെ സൈഡിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്ന ഈ ഡേറ്റ നോക്കുമ്പോഴത്തേക്കും ഇറാൻ പൂർണ്ണമായിട്ട് വെനിസുല മാതൃകയിൽ അമേരിക്കയുടെ മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അസ് ലോങ് as ഇസ്രായേലിന് 3 കണ്ടീഷൻസ് ആണുള്ളത്. ആ 3 കണ്ടീഷൻസ് വളരെ വ്യക്തമാണ്. എൻറിച്ച്മെൻറ്റ് പാടില്ല, ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്, ആണവായുധം പാടില്ല, ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ പാടില്ല. ഇത് 3 ഇറാനിന് പാടില്ല. അതുപോലെ പ്രോക്സികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഈ കണ്ടീഷൻസ് എല്ലാം അമേരിക്ക വ്യക്തമായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അംഗീകരിച്ച് ഒപ്പിട്ടുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ നിലപാടെടുത്തിരിക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ഇറാൻ ഇതൊരു ഗുഡ് സ്റ്റാർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ എടുത്തിരിക്കുന്നത് പ്രോഗ്രസീവായിട്ടുള്ളൊരു തീരുമാനമാണ്. അതായത് അമേരിക്ക പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ബ്രിക്സ്, ഇന്ത്യ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ അവരുടെ സർവൈവലാണല്ലോ, ഒരു രാജ്യം നിലനിൽക്കണം ആദ്യം. ഇപ്പോൾ അവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കറൻസിയുടെ വാല്യൂ ഒക്കെ വളരെ ലോ ലെവലിൽ പോയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൽക്കാലം അമേരിക്കയുടെ ഈ ഒരു എഗ്രിമെൻറ്റ് അവർ അംഗീകരിച്ചുകൊണ്ട് ആ രാജ്യത്തിനെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇറാൻ ചെയ്യേണ്ടത്. വെദർ ഇറ്റ് ഇസ് ഡോളർ അല്ലെങ്കിൽ റുപ്പി അല്ലെങ്കിൽ യുവാൻ, ഇതെല്ലാം തന്നെ സെക്കൻഡ് കാറ്റഗറിയാണ്. ഇപ്പം നിലവിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് ഉണ്ടായ സ്ഥിതിക്ക്, അവരുടെ നിരവധി ലീഡറുകൾ കൊല്ലപ്പെട്ട സ്ഥിതിക്ക്, രാജ്യത്തിൻ്റെ ജനങ്ങളുടെ നന്മയെ ഓർത്ത് ഇറാൻ ഈ അമേരിക്കൻ ഡീലിലേക്ക് പോയത് ഒരു റൈറ്റ് ആയിട്ടുള്ള തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തായാലും ഇറാൻ്റെ സൈഡിൽ നിന്ന് ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അവരിതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയമാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.